റിൻസി, നിൻ്റെ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ നീ ഇപ്പം ഇനി 2 രാജ്യങ്ങളിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും, ഇന്ത്യയിലും സിംഗപ്പൂരും. നിൻ്റെ ബാങ്ക് ബാലൻസ് ഒക്കെ സീറോ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ, എല്ലാം ടാക്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക മോളെ. നീ ഈവൻ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന് 23.2% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടും നീ ഇത്രയധികം ടാക്സ് അടയ്ക്കേണ്ടി വന്നല്ലോ. ഇന്ത്യക്ക് ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻ്റ് ഉണ്ട് സിംഗപ്പൂരായിട്ട്. ലൈക്ക് ഇപ്പോൾ UAE, മൗറീഷ്യസ്, നെതർലാൻഡ്, സ്പെയിൻ, അതുപോലെ പോർച്ചുഗലിലൊക്കെ ഉള്ളതുപോലെ. മാത്രമല്ല നമുക്ക് ടാക്സ് ചെയ്യാൻ വേറെ ഒരുപാട് വഴികളുണ്ടല്ലോ. അത് മാത്രമല്ല കേട്ടോ, ഞാൻ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന രാജ്യം സിംഗപ്പൂരിൽ ടാക്സബിൾ ഇൻഡിവിജ്വലായിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അറിയാമായിരിക്കും അത് എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. ഇനി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്താണ് DTAA എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ എങ്ങനെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഗെയിൻസിനുള്ള ടാക്സ് സേവ് ചെയ്യാന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ബട്ട് വെയിറ്റ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഹായ് എവ്രിവൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. അപ്പോൾ എന്താണ് ഡബിൾ ടാക്സ് അവോയ്ഡൻസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ DTAA എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡബിൾ ടാക്സ് അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതുപോലെ തന്നെ പല രാജ്യങ്ങൾ തമ്മിലുള്ള ടാക്സ് ട്രീറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരേ വരുമാനത്തിന് നിങ്ങൾ 2 തവണ നികുതി അടയ്ക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ UAE താമസിക്കുന്ന ഒരു NRI ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ പണം സമ്പാദിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇപ്പോൾ റെൻറ്റ് വഴിയാവാം, അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ ആവാം. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഈ ഒരു വരുമാനത്തിന് മുകളിൽ നികുതി ചുമത്തും. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ UAE ആവശ്യപ്പെട്ടേക്കാം അവിടെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരേ വരുമാനത്തിന് നിങ്ങൾ 2 തവണ നികുതി അടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഇന്ത്യ പല രാജ്യങ്ങളായിട്ട് DTA എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്, UAE ഉൾപ്പെടെ. അപ്പം ആക്ച്വലി എങ്ങനെയാണ് ഈ DTAA വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ട്രീറ്റിയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആരൊക്കെ ഏതൊക്കെ ടാക്സ് അടയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏത് വരുമാനത്തിന് എവിടെ ഏത് സാഹചര്യത്തിൽ നികുതി ചുമത്തും എന്നത് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിൽ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ചില കേസിൽ ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഇനിയിപ്പോൾ വേറെ ചില കേസിൽ നിങ്ങൾ ഓൾറെഡി പേ ചെയ്ത ടാക്സ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ലഭിക്കാം. അപ്പോൾ ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിലാണ്. ഇപ്പം ഇത് തന്നെയാണ് സിംഗപ്പൂർ ബേസ്ഡ് NRI ആയ അനുഷ്ക ഷാനെ സഹായിച്ചത്. അപ്പോൾ അവർക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ ഇതെന്താ കാര്യം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അനുഷ്കയ്ക്ക് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് റിഡംഷനിൽ നിന്ന് 1,35,00,000 രൂപ സമ്പാദിച്ചു. അപ്പോൾ ഇതിൽ വരുന്നത് ഇങ്ങനെയാണ്: ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് 88,75,000 രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ലഭിച്ചു. ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് 46,91,000 രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ലഭിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പം ഇന്ത്യൻ ടാക്സ് റൂളിൻ്റെ കീഴിൽ അനുഷ്ക ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പ്രോഫിറ്റിന് മേലിൽ 20% ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥയാണ്. അതുപോലെ തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ഗെയിൻസ് അവരുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് ടാക്സ് ചെയ്യപ്പെടും, എക്സ്ക്ലൂഡിംഗ് TDS ആൻഡ് സെസ്. എന്നാൽ ഇവിടെ അനുഷ്ക ഈ ഒരു ടാക്സ് ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അനുഷ്ക ഇവിടെ ഇന്ത്യ സിംഗപ്പൂർ DTAയിലെ ആർട്ടിക്കിൾ 13(5) പ്രകാരം ടാക്സ് എക്സംപ്ഷൻ ക്ലെയിം ചെയ്തു. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതുപോലുള്ള അസറ്റ്സ് വിറ്റ് എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിൻ ലഭിച്ചാൽ അത് ഇൻവെസ്റ്റർ താമസിക്കുന്ന രാജ്യത്തിൽ മാത്രമേ നമുക്ക് നികുതി നൽകേണ്ടതായിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അനുഷ്കയുടെ കേസിൽ ഇത് സിംഗപ്പൂരാണ് കൺട്രി ഓഫ് റെസിഡൻസ് വരുന്നത്. എന്നാൽ ഇവിടെ ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതിലൊട്ടും കൺവിൻസ്ഡ് ആയില്ല. അവർ ആർഗ്യൂ ചെയ്തത് ഇങ്ങനെയാണ്: ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇന്ത്യൻ അസറ്റ്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാൽ അത് ഇന്ത്യയിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം എന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ കേസ് ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല. പിന്നീട് അത് ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണലിലേക്ക് അത് പോയി. പിന്നീട് എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഇവിടെ വിധി വന്നു. അപ്പോൾ എങ്ങനെയാണ് വിധി വന്നത്? അനുഷ്കയ്ക്ക് അനുകൂലമായിട്ടാണ് ട്രൈബ്യൂണൽ വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു വിധി വരാനുള്ള കാരണം എന്താണ്? അവർ വളരെ ക്ലോസ് ആയിട്ട് നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: മ്യൂച്വൽ ഫണ്ടും ഷെയർസും സെയിം അല്ല. അപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് ആണ്, എന്നാൽ മ്യൂച്വൽ ഫണ്ട്സ് ഇഷ്യൂ ചെയ്യുന്ന ട്രസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആർട്ടിക്കിൾ 13(5) ആപ്ലിക്കബിൾ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗെയിന് സിംഗപ്പൂർ മാത്രമേ നികുതി അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു വന്നത്. ഇനി ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പാർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇന്ത്യയിൽ അനുഷ്കയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. ഇപ്പം ഇനി സിംഗപ്പൂർ ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചാർജ് ചെയ്യുന്നില്ല. സോ ലീഗലി അനുഷ്കയ്ക്ക് ഇവിടെ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ ഇതിപ്പോൾ സിംഗപ്പൂർ മാത്രമല്ല, നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു NRI ആണെങ്കിൽ നിങ്ങൾ 0 ടാക്സ് ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യ 90-ലധികം രാജ്യങ്ങളിലായിട്ട് DTA എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ ടാക്സ് ട്രീറ്റിൽ ഒന്ന് ഇന്ത്യക്കുണ്ട്. ചൈനയുടെ 110, അതുപോലെ വിയറ്റ്നാമിൻ്റെ 80 കമ്പയർ ചെയ്യുമ്പോൾ. സോ കോംപ്രഹെൻസീവ് DTS ഉള്ള രാജ്യങ്ങൾ ഇതൊക്കെയാണ്. അതുപോലെ ലിമിറ്റഡ് DTS ഉള്ള 8 രാജ്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ രാജ്യങ്ങളിൽ നിന്നുള്ള NRIസിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടതെന്നാണോ? അപ്പോൾ നമുക്ക് മൊത്തം അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ 2 ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യണം. ആദ്യത്തെ നമ്മളിവിടെ സംസാരിക്കുന്ന മെയിൻ DTAA ബെനിഫിറ്റ്സ് വരുന്ന റെസിഡ്യൂവൽ ക്ലോസിലാണ്. അപ്പോൾ ചില DTAസിൻ്റെ ആർട്ടിക്കിൾ 30 നമുക്ക് റെസിഡ്യൂവൽ ക്ലോസ് നമുക്ക് കാണാം.
അപ്പോൾ ഈ ഒരു ക്ലോസ് പ്രകാരം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതിൽ ഷെയർസിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിൻ ഒഴിച്ച് ബാക്കിയെല്ലാം സെല്ലർ താമസിക്കുന്ന രാജ്യത്ത് മാത്രമേ നികുതി നൽകേണ്ടതായിട്ടുള്ളൂ. സോ നമ്മുടെ ആദ്യത്തെ ഫിൽട്ടർ ഇതാണ്, റെസിഡൽ ക്ലോസുള്ള രാജ്യങ്ങളാണ്. രണ്ടാമത്തെ, ഈവൻ ഇവിടെ ഡീറ്റെയിൽ പറയുന്ന പോലെ നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു രാജ്യം മ്യൂച്വൽ ഫണ്ടിന് മേൽ ടാക്സ് ചാർജ് ചെയ്യുന്നില്ലെങ്കിലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഇവിടെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ സെക്കൻഡ് ഫിൽട്ടർ വരുന്നത് മ്യൂച്വൽ ഫണ്ട് മുകളിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചാർജ് ചെയ്യാത്ത രാജ്യങ്ങളാണ് വരുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു കൺട്രി ഈ രണ്ട് ഫിൽറ്റേഴ്സും ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് റെസിഡ്യൂവൽ ക്ലോസും ഉണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് മേളിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള NRIക്ക് ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരില്ല. അപ്പം ഈ ഒരു അലൈൻമെൻറ്റ് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്ന രാജ്യങ്ങളാണ് UAE, സിംഗപ്പൂർ, മൗറീഷ്യസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, മലയാളീസ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ കൂടുതലും ഗൾഫ് രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാലോ 80% മലയാളി പ്രവാസികളും ഗൾഫിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ DTAA ഉപയോഗിച്ചിട്ട് പലർക്കും ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഗെയിൻ്റെ മുകളിൽ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ. പക്ഷേ ഇത്രയും വലിയ ടാക്സ് സേവ് ചെയ്യാൻ മാത്രം നിങ്ങൾ എലിജിബിൾ ആണോ? അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, നിങ്ങൾ മറ്റൊരു രാജ്യത്തിൽ ടാക്സ് റെസിഡൻ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ വിദേശത്ത് താമസിച്ചാൽ മാത്രം പോരാ, ആ ഒരു രാജ്യത്തിൽ ടാക്സ് റെസിഡൻ്റ് ആയിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UAE അല്ലെങ്കിൽ സിംഗപ്പൂരിലൊക്കെ ഒരു കലണ്ടർ ഇയറിൽ കുറഞ്ഞത് 183 ദിവസമെങ്കിലും നിങ്ങൾ അവിടെ താമസിച്ചാൽ മാത്രമേ DTAA റൂളിൻ്റെ കീഴിൽ നിങ്ങൾ ഒരു റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു റെസിഡൻ്റ് ആയിരിക്കണം. അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങളിവിടെ റെസിഡൻ്റ് ആയാൽ പോരാ, വിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു റെസിഡൻ്റ് ആയിരിക്കണം. ഇപ്പം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അബ്രോഡിലേക്ക് പോവുകയാണ്, എന്നിട്ട് പിന്നീടാണ് നിങ്ങൾ NRI ആവുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് കമ്പനീനെ അറിയിക്കണം. അതായത് റെലവൻറ്റ് KYC ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് NRI അല്ലെങ്കിൽ NRO അക്കൗണ്ടിലേക്ക് നിങ്ങൾ ലിങ്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് എന്താണെന്നുള്ളത് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ FEMA ഗൈഡ്ലൈൻസ് പ്രകാരം, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഗൈഡ്ലൈൻസ് പ്രകാരം ഒരു NRIക്ക് ഇന്ത്യയിൽ അവരുടെ പേരിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് പാടില്ല. സോ നിങ്ങളിപ്പം NRI ആണ്, നിങ്ങളിപ്പം ഇന്ത്യയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള നിങ്ങളുടെ ഇൻകം ഒക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പണം അയക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് NRI അക്കൗണ്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ NRO അക്കൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ആദ്യത്തെ NRI അക്കൗണ്ട്, അതായത് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് NRI അക്കൗണ്ട് ഒരു ഇൻ്റർനാഷണൽ ഗേറ്റ് വേ പോലെ നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ വിദേശത്ത് പോയി പണം സമ്പാദിച്ചു, അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പണം ലീഗലി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് NRI അക്കൗണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തം ക്യാഷും പ്രോഫിറ്റും എല്ലാം എപ്പോൾ വേണമെങ്കിലും തിരിച്ച് അബ്രോഡിലേക്കും എടുക്കാം. ആരും അതിവിടെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇനി അടുത്ത് NRO അക്കൗണ്ടാണ്, അതായത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന പണം, അതായത് ഇപ്പോൾ റെൻറ്റ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള അക്കൗണ്ടാണിത്. അപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, NRO അക്കൗണ്ടിന് ഇവിടെ ലിമിറ്റ് ഉണ്ട്, NRI അക്കൗണ്ട് പോലെയല്ല. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് $1 മില്യൺ വരെ മാത്രമേ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വിദേശത്തേക്ക് പണം അയക്കാം, പക്ഷേ ഒരു പോയിന്റ് വരെ മാത്രം. ഇനി ലാസ്റ്റ് വൺ, എലിജിബിലിറ്റി ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് NRI പ്രിൻസിപ്പൽ പർപ്പസ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നികുതി അടയ്ക്കുന്ന ഒഴിവാക്കാനായിട്ട് മാത്രം നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണിത്. അപ്പോൾ നിങ്ങളിപ്പോൾ റീലൊക്കേറ്റ് ചെയ്യുന്ന മെയിൻലി ടാക്സ് ബെനിഫിറ്റിനായിരുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചാൽ DTA എഗ്രിമെൻറ്റ് കീഴിലുള്ള ടാക്സ് എക്സംഷൻ ഡിനേ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക, എല്ലാ DTA കൺട്രീസിലും ഡീഫാൾട്ട് ആയിട്ട് ഈ ഒരു ടെസ്റ്റ് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സ്പെസിഫിക്കലി ആഡ് ചെയ്തേക്കുന്ന കൺട്രീസിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PPT ഇന്ത്യ സിംഗപ്പൂർ DTAAയിൽ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് April 1, 2020 മുതൽ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിക്കും കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഇന്ത്യൻ ഇൻവെസ്റ്റർ സിംഗപ്പൂരിലേക്ക് പോവാണ്. അവരവിടെ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുകയാണ് പേപ്പറിൽ. അപ്പോൾ അവർക്ക് ഓഫീസില്ല, എംപ്ലോയീസ് ഇല്ല, ആക്ച്വൽ ബിസിനസ് ഒന്നുമില്ല. അപ്പോൾ കമ്പനിക്ക് ഇവിടെ ഒറ്റ ഒരു ജോലിയുള്ളൂ, ഇന്ത്യൻ ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ കേസിൽ മ്യൂച്വൽ ഫണ്ട്സ്. കാരണം എന്താണ്, ഇന്ത്യ സിംഗപ്പൂർ DTAA ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എക്സംഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം ടാക്സ് ബെനിഫിറ്റ് കിട്ടുക എന്നതാണ് മെയിൻ ഉദ്ദേശമെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടാക്സ് ബെനിഫിറ്റ് ഡിനേ ചെയ്യാം. ഇനി നമുക്ക് DTA എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ ടാക്സ് എക്സംഷൻ ക്ലെയിം ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ടാക്സ് ഡിഡക്ഷൻസ് ഒഴിവാക്കാനായിട്ട് ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിലെ ടാക്സ് അതോറിറ്റിയിൽ നിന്ന് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റിൽ നോർമലി നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതുപോലെ നാഷണാലിറ്റി പോലത്തെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിൽ നിങ്ങൾ വിദേശത്ത് നിന്ന് സമ്പാദിക്കുന്ന സാലറി, ഇൻട്രസ്റ്റ്, ഡിവിഡൻസ്, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പറയുകയാണെങ്കിൽ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ മെൻഷൻ ചെയ്തില്ലെങ്കിലോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ ഫോം 10F ഫയൽ ചെയ്തിട്ട് ഇന്ത്യൻ ഇൻകം ടാക്സ് ഫയലിംഗ് പോർട്ടലിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യാം. എന്നാൽ DTAനെ സംബന്ധിച്ചിടത്തോളം സെയിൽ ഡേറ്റിന് മുമ്പ് TDS എക്സംഷൻ പ്രോസസ്സ് ചെയ്യാൻ AMCനെ നിങ്ങൾ എനേബിൾ ചെയ്യണം.
എന്നാൽ ചില എക്സ്പേർട്സ് ഇവിടെ പറയുന്നത് ചില AMCകൾക്ക് മാത്രമേ ഈ ഒരു ടാക്സ് എക്സംഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ എന്നാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻസ് കാണിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് പോലത്തെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് പ്ലസ് എന്തെങ്കിലും പ്രധാനപ്പെട്ട എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തു വെക്കാം. ഇനി നിങ്ങളുടെ ഐഡന്റിറ്റി അതുപോലെ നാഷണാലിറ്റി തെളിയിക്കാനായിട്ട് ഐഡന്റിഫിക്കേഷൻ നാഷണാലിറ്റി പ്രൂഫ് ആവശ്യം വന്നേക്കാം. ഇനി എല്ലാ ഡോക്യുമെന്റ്സും റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്ന ഡോക്യുമെന്റേഷൻ ആണ്. ഇനി നമുക്ക് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാനുള്ള പ്രോസസ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങളോട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഇന്ത്യൻ ടാക്സ് ലോ പ്രകാരം ഫോം 10F ഫയൽ ചെയ്യാനായിട്ട് ഒരു ഫിക്സഡ് ഡെഡ് ലൈൻ ഒന്നുമില്ല. അപ്പോൾ ഒരു NRIക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഡബിൾ ടാക്സേഷൻ ഇൻസ്റ്റൻസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ DTA ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റിനൊപ്പം ഫോം 10F ഫയൽ ചെയ്യാം. അപ്പോൾ ഇവിടെ DTA ബെനിഫിറ്റ്സ് സക്സസ്ഫുള്ളി ക്ലെയിം ചെയ്യാനായിട്ട് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ DTA ബെനിഫിറ്റ്സ് അപ്ലൈ ചെയ്യാനായിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കേസിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻ 143(1)A കീഴിൽ നോട്ടീസ് അയക്കാം. അതായത് ഫോം 10F ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ള പോയിന്റ് ചെയ്തുകൊണ്ട് അവർ അയക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു റെലവൻറ്റ് ഇയറിലെ ഫോം 10F നിങ്ങൾ ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യുക. അടുത്ത് നിങ്ങൾ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യുക. അടുത്ത് നിങ്ങൾ ഇൻകം ടാക്സ് പോർട്ടൽ വഴി ഓൺലൈൻ റെസ്പോൺസ് ഫയൽ ചെയ്തുകൊണ്ട് പ്രൊപ്പോസ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസഗ്രി ചെയ്യുക. ഇനി നിങ്ങളുടെ റെസ്പോൺസിൽ ന്യൂലി ഫയൽഡ് ഫോം 10F നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നോട്ടീസിൽ മെൻഷൻ ചെയ്തേക്കുന്ന ഡെഡ് ലൈനുള്ളിൽ നിങ്ങൾ റെസ്പോൺസ് ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ ടാക്സ് ലയബിലിറ്റിയിൽ നിങ്ങളുടെ ITR ഫൈനലൈസ് ചെയ്യാം. ഇത് അവസാനമൊന്നുമല്ല, സ്റ്റിൽ നിങ്ങൾക്ക് DTA ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഫോം 10F അല്ലെങ്കിൽ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തില്ല എന്നുള്ള പേരിൽ DTA ബെനിഫിറ്റ്സ് നിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം ഇന്ത്യൻ കോർട്ട് അതിൽ ട്രൈബ്യൂണലിൽ വിധിച്ചിട്ടുണ്ട്. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു വാലിഡ് ഡോക്യുമെന്റ് വഴി NRIക്ക് ടാക്സ് റെസിഡൻസി തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് നേടാവുന്നതാണ്. സോ നിങ്ങളുടെ ക്ലെയിം ഇപ്പോൾ റിജക്റ്റ് ചെയ്താലും നിങ്ങളുടെ റെക്ടിഫിക്കേഷൻ റിക്വസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് കമ്മീഷന് മുമ്പാകെ അപ്പീൽ പോകാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് DTA ബെനിഫിറ്റ്സ് നേടാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് അത്ര സിമ്പിൾ അല്ല. ടാക്സ് എക്സംഷൻ റിലേ ചെയ്യും മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കുള്ള ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് മാത്രമാണ് നൽകുന്നത്, ഫ്യൂച്ചർ പീരീഡിലേക്കുള്ളത് ഇല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? NRIസിന് ഇൻവെസ്റ്റ്മെൻറ്റ് റെഡീം ചെയ്യും മുമ്പ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ അഡ്വാൻസ് ആയിട്ട് TDS എക്സംഷൻ കിട്ടുന്നത് ബുദ്ധിമുട്ടാകും. അടുത്തത് ജനറൽ ആൻറ്റി അവോയ്ഡൻസ് റൂളാണ്. അപ്പോൾ ഇത് ആളുകൾ ടാക്സ് ബെനിഫിറ്റ്സ് മിസ്യൂസ് ചെയ്ത് നിർത്താനായിട്ട് വന്ന നിയമമാണ്. ഇപ്പം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കുകയാണ് നിങ്ങളിപ്പോൾ വേറൊരു രാജ്യത്തിലേക്ക് പോയത് ജസ്റ്റ് ടാക്സ് സേവ് ചെയ്യാനാണ്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ബെനിഫിറ്റ് 3 കോടിയിലും കൂടുതലുണ്ടെങ്കിൽ ജനറൽ ആൻറ്റി അവോയ്ഡൻസ് റൂൾ ആപ്ലിക്കബിൾ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സംഷൻ റിജക്റ്റ് ചെയ്യപ്പെടാം ഇവിടെ. ഈവൻ ഇപ്പം DTA ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇന്ത്യയുടെ പുറത്തും അകത്തുമായിട്ട് താമസിക്കുന്നത് പോലും ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ടാക്സ് ബെനിഫിറ്റ് കിട്ടാനായിട്ട് പ്ലാൻ ചെയ്തതാണെന്ന് അധികാരികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ചോദ്യം ചെയ്തേക്കാം അവിടെ. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇപ്പം അനുഷ്ക ഷായുടെ കേസ് പുതിയ വെളിപ്പെടുത്തലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയായിട്ട് DTA എഗ്രിമെൻ്റുള്ള രാജ്യത്ത് നിൽക്കുന്ന ഒരു NRI ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റിഡംഷനിൽ 0 ടാക്സിന് എലിജിബിൾ ആയിരിക്കും. ഇപ്പം DTA ബെനിഫിറ്റ്സ് നേടാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് IT-AT ലെവലിലുള്ള വിധിയാണ്, സുപ്രീം കോടതി വിധിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ഭാവിയിൽ കോടതി വിധി അനുസരിച്ച് ഈ ഒരു എക്സംഷനിൽ മാറ്റം വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഒരു തീരുമാനം എടുക്കും മുമ്പ് ഒരു ക്വാളിഫൈഡ് ടാക്സ് എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക. കാരണം നമ്മൾ വിചാരിക്കുന്നതിലും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.